അല്ല മുത്തച്ഛ, ഇതെന്താ ഈ സാധനങ്ങള്? നമ്മുടെ നാട്ടിലെ സമ്പ്രദായ പ്രകാരം ആരെങ്കിലും മരിച്ചാൽ അവരുടെ കർമ്മങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. അത് ചെയ്യേണ്ടത് നമുക്ക് നിർബന്ധമാണ്. നന്നായി കേട്ടോളൂ. ഇനിയും 2 മിനിറ്റിനകം ഇവിടുന്ന് പുറത്തേക്ക് പോണം, അല്ലെങ്കിൽ നമ്മൾ ജീവനോടെ ഉണ്ടാവില്ല. ആരും പുറകിലേക്ക് തിരിഞ്ഞു നോക്കരുത്. ഏയ്, കുറച്ച് ചാരായ എടുത്തോണ്ട് വാടാ. എന്തുവാടാ, ഇന്നലെ രാത്രി അവളുടെ വീട്ടിൽ പോയിരുന്നോ? അവനെ പുറത്തിരുത്തിട്ട് ഞാൻ പോയി പണിയെടുത്തിട്ട് വന്നതാ. ഒഴിക്കടാ, കുറച്ചുകൂടെ അങ്ങോട്ട് ഒഴിക്കടാ. ഇവിടെ കൂടെ ഒഴിക്കടാ. വാടാ. എവിടെ പോന്നടാ? കാശ് തരുന്നില്ലേ? കാശോ? നിന്റെ ഭാര്യ അയച്ചുവിട്, ഞാൻ മുഴുവനായിട്ട് തന്നു തീർത്തോളാം. സാധനം മേടിച്ചാ കാശ് കൊടുക്കണം നിന്റെ അച്ഛനും അമ്മയെന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടില്ലേ? നീ എന്താടാ പറഞ്ഞേ? കാശോ? നിന്റെ ഭാര്യ അയച്ചു വിട്, ഞാൻ മുഴുവനായിട്ട് തിരിച്ചു തന്നോളാം. എനിക്ക് ചാരായം കാച്ചാനും അറിയാം, കൊല്ലാനും അറിയാം. വേണ്ട വേണ്ട, വിടറാ വിടറാ, വിട്ടേക്ക്. വിട്ടടാ. വണ്ടി എടുക്ക. അവനെവിടെയാ?
ഇവിടെയുള്ള മുതിർന്നവരും ചെറുപ്പക്കാരും ചെറിയ കുട്ടികളും എല്ലാവരും കേൾക്കൂ. ദുഷ്ടശക്തികൾ അകത്തേക്ക് വരാതിരിക്കാനും ചുറ്റും ബലികൾ നടക്കുന്ന കാരണം കൊണ്ടും ഇരുട്ടിയതും ആരും പുറത്തേക്ക് വരാൻ പാടില്ല എന്ന് അറിയിച്ചു കൊള്ളുന്നു. നമസ്കാരം സാറേ. എന്താടാ രംഗ, എന്താ ഇങ്ങോട്ട്? അത് പിന്നെ എന്റെ സ്ഥലത്തിന്റെ ആധാരം വാങ്ങാൻ വന്നതാ. എന്ത് സ്ഥലത്തിന്റെ ആധാരം? ബാലി, കൊറേ ദൂരത്തുനിന്ന് വന്നതല്ലേ, ചോറുണ്ടിട്ട് സംസാരിക്കാം. വേണ്ട അങ്ങുന്നേ. അവന് വല്ലതും കൊടുക്ക്, പോ. അങ്ങനെ കാശ് മുഴുവൻ അടച്ചില്ലേ, ഇനി എന്റെ ആധാരം തന്നാ ഞാൻ പൊയ്ക്കോളാം. നീ കാശ് കിട്ടിയത് ശരിയാണ്, പക്ഷെ നിന്റെ സ്ഥലം നിനക്ക് തരാൻ താല്പര്യം ഇല്ലല്ലോടാ. അങ്ങനൊന്നും പറയല്ല അങ്ങുന്നേ, അങ്ങുന്ന ദൈവം പോലെയാ. അങ്ങനെയാണെങ്കി നിന്റെ സ്ഥലം ഈ ദൈവത്തിന് തന്നെന്ന് വെച്ചോ. അങ്ങുന്നേ അങ്ങുന്നേ അങ്ങുന്നേ, ഞാൻ കാല് പിടിച്ച് യാചിക്കാണ്. ഇതിലാണ് എന്റെ കുട്ടികളുടെ ജീവിതം ഉള്ളത്. മക്കൾക്കൊക്കെ ജീവിതം കൊടുക്കാൻ ഞങ്ങള് ശിവനും വിഷ്ണു ഒന്നും അല്ല. പത്മാസുരൻ, ഈ കത്തി പിടിച്ചിരിക്കല്ലേ, ചെന്ന് കുളിച്ചിട്ട് വാ, അമ്പലത്തിൽ പോകണം. അങ്ങനെ ഈ ശവത്തിനെ എവിടെയെങ്കിലും കൊണ്ട് കള. ശരി അങ്ങനെ.